സ്വകാര്യ സ്കൂബ സംഘമാണ് പരിശോധനയ്ക്ക് ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് കൂടി പരിശോധനയുടെ ഭാഗമാകുകയാണ്. അതാണ് അല്പസമയം മുമ്പ് ഫയർഫോഴ്സിന്റെ ബോട്ട് എത്തിച്ചത്. പക്ഷേ ഇപ്പോഴും ഈ പരിശോധന ഒരു കൃത്യമായ ഡയറക്ഷനിലാണോ പോകുന്നത് എന്നുള്ളതിലൊരു ആശങ്കയുണ്ട്. കാരണം ഈ മാതാവ് ഒരു സ്പോട്ട് അങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടില്ല. പാലത്തിന്റെ മുകളിൽ നിന്ന് കുട്ടിയെ താഴേക്ക് എറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പെരിയാർ പോലൊരു വലിയ പുഴയാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും പരിശോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ളൊരു പരിശോധന തന്നെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ സ്കൂബ ടീമും പ്ലാൻ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിന്റെ ഒരു മധ്യഭാഗത്തൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റിടങ്ങളിലേക്ക് കൂടി കുറച്ചുകൂടി വ്യാപിപ്പിച്ച് പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ട്. അതിനി ഇന്ന് നടത്തുമോ അതല്ല എങ്കിൽ നാളെ രാവിലെ നേരം വെളുത്ത ശേഷം വെട്ടം വന്ന ശേഷം വിശദമായൊരു പരിശോധനയിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ളത്. ഒരു റൗണ്ട് കൂടി പോകുമെന്നാണ് പരിശോധന ഒരു റൗണ്ട് കൂടി പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ മുങ്ങൽ വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ രാത്രിയിൽ ഇത്തരം പരിശോധനകളൊക്കെ നടത്തിയാൽ സാധാരണ റിസൾട്ട് ഉണ്ടാകാറില്ല എന്നാണ് അവർ പറയുന്നത്. അതൊരു സാധാരണഗതിയിൽ അത്തരത്തിൽ വസ്തുക്കളൊക്കെ പിറ്റേ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പുഴയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് പിറ്റേ ദിവസമാണ് കിട്ടാറുള്ളത്. പക്ഷെ ഇപ്പോഴും അവർ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അമ്മ പറഞ്ഞ മൊഴി വിശ്വാസത്തിലെടുത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തേടുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്രയും നേരം പരിശോധന നീട്ടിക്കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ഇത്രയും നേരമൊന്നും വെള്ളത്തിൽ ഉള്ള ഇത്തരം ഈ റെസ്ക്യൂ ഓപ്പറേഷനുകളൊന്നും നടത്താറില്ല. പൊതുവെ ഒരു 8 മണിയോടുകൂടിയൊക്കെ അവസാനിപ്പിക്കാറ്, അല്ലെങ്കിൽ ഒരു 6 മണിയോടുകൂടിയൊക്കെ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാ സാധ്യതകളും തേടുകയാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ. ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയുടെ ചിരി മായാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് പോയത്. നേരത്തെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് അവരിവിടെ നിന്ന് പോയി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടാണ് അവർ പോയത്. ആലുവ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ട്, സ്കൂബ ടീമുണ്ട്, NDRFന്റെ 1-2 ആളുകളൊക്കെ അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ 3 വയസ്സുകാരി കല്യാണി എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം ഇനിയും ആയിട്ടില്ല. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മകളെ കൊലപ്പെടുത്തി എന്ന അമ്മയുടെ മൊഴി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാം എന്നുള്ളതും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു 90% പോലീസ് ആ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ സന്നാഹങ്ങളോടുകൂടി ഇവിടെ സ്പോട്ട് ചെയ്ത് ഇവിടെ പരിശോധിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റിടങ്ങളിൽ നടത്തിയ പരിശോധനകളിലെ പോലീസുകാരോടൊക്കെ അത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മാത്രം കേന്ദ്രീകരിച്ചൊരു പരിശോധനയിലേക്ക് പോയത്. നിതിൻ അംബുജൻ കൂടി തിരച്ചിലിന്റെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. നിതിൻ, ഈ സമീപകാലത്തൊന്നും നമ്മൾ ഇത്ര രാത്രി വൈകിയുള്ള പുഴയിലൊരു തിരച്ചിൽ നമ്മൾ കണ്ടിട്ടില്ല. പൊതുവെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തിരച്ചിലിന് സാധ്യതകൾ മങ്ങുമ്പോൾ ആ തിരച്ചിൽ അവസാനിപ്പിച്ച് രാവിലെ വീണ്ടും പുനരാരംഭിക്കുന്നതാണ് നമ്മൾ പൊതുവെ കാണാറ്. പക്ഷെ ഇവിടെ ഇപ്പോൾ 2 മണി പിന്നിടുന്നു, രാത്രി വൈകി, ചെറിയ മഴയുണ്ട്, ഇരുട്ടാണ്, വെള്ളത്തിൻ്റെ വിസിബിലിറ്റി കുറവാണ്, കലക്ക് വെള്ളമാണ്. അങ്ങനെ പ്രതിസന്ധികൾ ഏറെ ഉണ്ടെങ്കിലും രാത്രി വൈകിയും കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നു. NDRFന്റെ അംഗങ്ങളുണ്ട്, ഫയർഫോഴ്സിന്റെ അംഗങ്ങളുണ്ട്, സ്വകാര്യ സ്കൂബ ടീമുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ രാത്രി വൈകിയും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഊർജിതമായ തിരച്ചിലേക്ക് അവർ മുന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ അമൽ സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തു, ചെറിയ ഈ കല്യാണിയുടെ താൻ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ചെറിയ ലീഡുകളൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. ഈ ഒരു പ്രതീക്ഷകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണോ കൂടുതൽ തെരച്ചിലുകളിലേക്ക് രാത്രി വൈകിയും എല്ലാവരും സംയുക്തമായി മുന്നോട്ട് പോകുന്നത്? സുഹേൽ, ഈ മണിക്കൂറുകളിലും കല്യാണിക്കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും നാട്ടുകാരും ഒന്നടങ്കമുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാത്രി ഏറെ വൈകിയും നേരത്തെ സുഹേൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അസാധാരണമായി തന്നെയാണ് ഈ ഒരു തിരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം പൊതുവെ പുഴയിലേക്കുള്ള തിരച്ചിലെല്ലാം തന്നെ ഒരു 7 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 മണി കഴിഞ്ഞാൽ വെളിച്ചക്കുറവ് മൂലം ഒരു പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരച്ചിൽ നടത്താറില്ല. പിറ്റേന്ന് രാവിലെയാണ് പിന്നീട് തിരച്ചിൽ പുനരാരംഭിക്കാറ്. പക്ഷേ പോലീസിന് ചില വിവരങ്ങൾ കിട്ടി, മൊഴി ലഭിച്ചു. അതിനുശേഷം കുട്ടിയെ മൂഴിക്കൽ പാലത്തിന് സമീപത്ത് ഉപേക്ഷിച്ചു എന്ന് പോലീസിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു തിരച്ചിലിൻ്റെ ഭാഗമായി മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നാട്ടുകാരുടെ ഭാഗത്തും ചെറുവള്ളങ്ങളായി ഇവിടെ എത്തി തിരച്ചിൽ നടത്തി. പക്ഷേ അതിനുശേഷമാണ് യാതൊരു തരത്തിലുള്ള സൂചനകൾ ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് സ്കൂബ ടീം സംഘം ഇവിടെ എത്തി. 12-ഓടുകൂടിയാണ് 6-അംഗ സ്കൂബ ടീം സംഘം ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷമുള്ള പുഴയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് പരിശോധന നടത്തുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ അത്തരത്തിലൊരു
സൂചനകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ സ്കൂബ ടീം സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ കുട്ടിയുടെ സംശയിക്കുന്ന ചില വസ്തുക്കളൊന്നും തന്നെ ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും പുഴയുടെ മറ്റു വശങ്ങളിലേക്കുള്ള, അതായത് മധ്യഭാഗത്തിന് സമീപത്തെ വശങ്ങളിലേക്കുള്ള തിരച്ചിൽ പോലീസിൻ്റെ സ്കൂബ ടീമിൻ്റെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരും ചെറു വള്ളങ്ങളായിട്ട് നടത്തുന്നുണ്ട്. മഴക്കാലമായാൽ അതിശക്തമായ ഒഴുക്കുണ്ടാകുന്ന ഒരു പുഴയാണ്. പക്ഷേ ഇന്ന് അടിയൊഴുക്കില്ല. എന്നാൽ പോലും ഇപ്പോൾ സ്കൂബ ടീം സംഘം നടത്തുന്ന പരിശോധനയുടെ ഭാഗത്ത് അത്യാവശ്യം നല്ല ആഴമുണ്ട്. മരത്തടികളെല്ലാം തന്നെ വന്നടിഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണ്. അത് തിരച്ചിലൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അവയെല്ലാം തന്നെ നീക്കം ചെയ്താണ് ഈ തിരച്ചിൽ ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. പക്ഷേ വെളിച്ചക്കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ പോലും ശക്തമായ മഴ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇവിടെ തുടരുന്നുണ്ട്. ഏതാണ്ട് അല്പസമയം, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ മഴ മാറുന്നുള്ളൂ. ആ സമയത്തായിരുന്നു പിന്നീട് സ്കൂബ ടീം സംഘം തിരച്ചിലിനായി പുഴയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് വീണ്ടും അതിശക്തമായ മഴ ഈ മേഖലയിലെല്ലാം തന്നെ എപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ മാറിയാൽ കൂടുതൽ സമഗ്രമായ ഒരു തിരച്ചിലേക്ക് പോകുമോ, അതല്ല ഇനി നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ നടത്താനാണോ പ്ലാൻ എന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ അല്പസമയത്തിന് മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും സ്കൂബ ടീമിൻ്റെ 1 മണിക്കൂർ നീണ്ട തിരച്ചിലിൽ ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. അങ്ങ് മറ്റു വശങ്ങളിലേക്ക് പോയ തിരച്ചിൽ സംഘം ഇപ്പോൾ ഈ പുഴയുടെ കരയിലേക്ക് വന്നു. പക്ഷേ ഈ പാലത്തിന് നേരെ താഴെ മധ്യഭാഗത്ത് സ്കൂബ ടീം സംഘം നടത്തുന്ന പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. തിരച്ചിലിനായി ഏതാണ്ട് 6 അംഗ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2 പേർ ഇപ്പോഴും പുഴയുടെ ആഴങ്ങളിൽ ചെന്ന് പരിശോധന നടത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. സ്കൂബ ടീം സംഘം ഈ രാത്രി വൈകിയും കല്യാണിക്കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സൂചനകളും ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാൽ പോലും കൂടുതൽ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള സാമഗ്രികൾ ഇവിടെ എത്തിച്ച് സമഗ്രമായുള്ള തിരച്ചിലേക്ക് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. എന്തായാലും പോലീസിനോട് അല്പസമയം തന്നെ ഡിവൈഎസ്പിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. പക്ഷേ ഈ സ്കൂബ ടീം ഇത്ര മണിക്കൂറുകൾ നീണ്ട ഈ തിരച്ചിലും ഒന്നും തന്നെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ, ഈ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ തിരച്ചിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ പോലും അവർ എത്ര നേരം വേണമെങ്കിലും ആ ഒരു തിരച്ചിൽ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സ്കൂബ ടീം പുഴയുടെ വിവിധ വശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്നത്. എന്തായാലും പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ച് ചില സ്പോട്ടുകൾ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള സ്പോട്ടുകൾ വെച്ച് തന്നെയാണ് ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. മാതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു പാലത്ത് ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും മുഖവിലേക്കെടുക്കാതെ എവിടെ വെച്ച് ഉപേക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ആ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നു വരികയാണ്. എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ. അത് പ്രകാരമുള്ള തിരച്ചിലേക്ക് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് മുഴിക്കൽ പാലത്ത് വെച്ചാണ് അവസാനമായി കണ്ടെന്നാൽ ചില മൊഴി പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ തന്നെ നാട്ടുകാർ ഒന്നടങ്കം ഈ പ്രദേശത്ത് ഇറങ്ങി അവരുടേതായ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. ഈ പുഴയുടെ 2 വശങ്ങളിലും കാടാണ്. ആ പ്രദേശവും നാട്ടുകാർ തിരച്ചിൽ നടത്തി. നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ പ്രദേശവാസി അടക്കം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അടിയൊഴുക്കില്ല. പക്ഷേ എന്നാൽ പോലും ഈ മരത്തടികളടക്കമുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് നമ്മുടെ ആദ്യഘട്ടത്തിലെ തിരച്ചിൽ വരെ തിരിച്ചടിയായിരുന്നു. എങ്കിൽ പോലും ഈ സ്കൂബ ടീം സംഘം ഇപ്പോൾ ഇവിടെ എത്തി സമഗ്രമായുള്ള തിരച്ചിലേക്ക് പോവുകയാണ്. കൂടുതൽ വള്ളങ്ങളെല്ലാം തന്നെ പുഴയുടെ മറ്റു വശങ്ങളിലേക്ക് അടക്കം പോയി ഒരു തിരച്ചിൽ വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നത്. 12:30-ക്കാണ് തിരച്ചിൽ സംഘം ഇവിടെ സ്കൂബ ടീം സംഘം ഇവിടെ ഇറങ്ങിയത്. ഇപ്പോൾ 2 മണിയോട് അടുക്കുന്നു. 1.5 മണിക്കൂറായിരിക്കുന്നു. എന്നിട്ടും ഇപ്പോൾ ഒരു സൂചന ലഭിച്ചില്ല. പക്ഷേ നേരത്തെ നമ്മൾ മുൻപൊന്നും തന്നെ അത്ര കണ്ടുപരിചിതമല്ലാത്തൊരു തിരച്ചിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ സംഘം ഇവിടെ നടത്തിയിരുന്നത്. കാരണം രാത്രി വെളിച്ചക്കുറവ് മൂലം പലപ്പോഴും തിരച്ചിൽ രാത്രി അങ്ങനെ നടത്താറില്ല. പക്ഷേ ഈ കല്യാണിക്കുട്ടിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ആദ്യ മണിക്കൂറുകളിൽ കുട്ടിയെ കാണാനില്ല എന്ന വിവരം ലഭ്യമായ ഘട്ടത്തിൽ തന്നെ നഗരത്തിലുടനീളം പരിശോധന നടത്തി. അത് ആലുവ ബസ് സ്റ്റാൻഡും ആലുവ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പിന്നീടാണ് പല സമയത്തായി ഈ മൊഴിയുടെ വൈരുദ്ധ്യം ആദ്യ മണിക്കൂറുകളിൽ വലിയ തിരിച്ചടിയുണ്ടായി. പക്ഷേ പിന്നീട് പോലീസ് ഈ സ്ഥലങ്ങളിലെ CCTV അടക്കം നടത്തിയ പരിശോധനയിലാണ് മൂഴിക്കൽ പാലത്തിന് സമീപം ഇവർ വന്നു. അതിനുശേഷം പിന്നീട് കുട്ടിയെ കാണാനില്ല എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് ഈ കേന്ദ്രത്തിൽ തന്നെ, അതായത് മൂഴിക്കൽ പാലത്തിനും അതുപോലെ പുഴയുടെ പരിസരത്തും കേന്ദ്രീകരിച്ച് തന്നെയാണ് പിന്നീട് പോലീസിൻ്റെ അന്വേഷണം നടന്നു വരുന്നത്. അത് ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ തുടരുകയാണ്. ഏതാണ്ട് 4-4.5 മണിക്കൂറായി ഈ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇതുവരെ ഒരു സൂചന ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ മണിക്കൂറുകളിലും അവർ ഇപ്പോൾ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം.